നമ്മുടെ ഇന്നത്തെ വിഷയം സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ റാറ്റ് റേസ് എന്നാണ്. സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ റാറ്റ് റേസ്. ഈ ഓട്ടപ്പാച്ചിലുണ്ടല്ലോ, അതിൽ നിന്നും പുറത്ത് വരിക, ഈ നെട്ടോട്ടത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറുക. സ്റ്റോപ്പ് റണ്ണിങ്, സ്റ്റാർട്ട് സീയിങ് എന്നാണ് ടാഗ് ലൈൻ. ഓട്ടം നിർത്തുക, കാണാൻ തുടങ്ങുക. ഇപ്പോൾ ഇവിടെ റാറ്റ് റേസ് എന്ന് പറഞ്ഞില്ലേ, എലിയുടെ ഓട്ടമാണ്. സാധാരണ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് അല്ലേ, റാറ്റ് റേസ് എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എലിയോട്ടം എന്ന് പറയുന്നത്, റാറ്റ് റേസ് എന്ന് പറയുന്നത്? നമുക്ക് വേണമെങ്കിൽ ലയൺ റേസ് എന്ന് പറയാമായിരുന്നല്ലോ, അതല്ലെങ്കിൽ എലിഫൻറ്റ് റേസ് എന്ന് പറയാമായിരുന്നല്ലോ. ഏറ്റവും വേഗതയുള്ള മൃഗം ചീത്തയാണ്, അപ്പോൾ ചീത്ത റേസ് എന്ന് പറയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും അങ്ങനെയൊന്നും പറയാറില്ല അല്ലേ, മറ്റൊരു ജീവികളെ നമ്മൾ എടുക്കാറില്ല. സാധാരണ പറയാറുള്ളത് റാറ്റ് റേസ് എന്നാണ്. എലിയെ പ്രത്യേകിച്ച് എടുക്കാനുള്ളൊരു കാരണമുണ്ട്. കാരണം എലിയുടെ ബിഹേവിയർ പാറ്റേൺ ആണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എലിക്കൊരു പ്രത്യേക ലൈഫ് സ്റ്റൈലുണ്ട്. മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് എലികൾക്കുള്ളത്. എന്താ പ്രത്യേകത അറിയോ? എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. ഒരു ഭാഗത്ത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എലികൾക്ക് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എലികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ഇറ്റ് ഡസ് നോട്ട് പോസ് അറ്റ് ഓൾ, ഇറ്റ് റൺസ് ആൻഡ് റൺസ് ആൻഡ് റൺസ്. ഒരിക്കലും എലി ശ്രദ്ധിക്കാറില്ല, ഞാൻ ഈ പോകുന്നത് കൃത്യമായ വഴിയാണോ, കറക്റ്റായിട്ടുള്ള ഡയറക്ഷനാണോ എന്ന് ഒരിക്കലും എലി നോക്കാറില്ല. കാരണം എലിയുടെ കണ്ടീഷനിങ് അങ്ങനെയാണ്. നമ്മൾ പലരും ഈ രീതിയിലാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അനന്തമായ പല ലക്ഷ്യങ്ങളുണ്ട് അല്ലേ, കരിയറായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട്, നമുക്ക് പേരും പ്രശസ്തിയും വേണം. ഇങ്ങനെ ഈ ടാർഗറ്റ്സ് മാറിക്കൊണ്ടേയിരിക്കും, നമ്മളോ ഓടിക്കൊണ്ടേയിരിക്കും എലികളെപ്പോലെ. അതാണ് റാറ്റ് റേസ് എന്ന് പറയുന്നത്. സത്യത്തിൽ നമുക്ക് ഓടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ ഓടിയേ തീരൂ, അങ്ങനെയല്ലേ? പലപ്പോഴും എനിക്ക് ഓട്ടം നിർത്തണം എന്നുണ്ട്, പക്ഷേ ചുറ്റും നോക്കുമ്പോൾ ധാരാളം എലികൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റില്ല. ഞാനും അറിയാതെ ഈ കോമ്പറ്റീഷനിൽ പെട്ടുപോവുകയാണ്. പ്രത്യേകിച്ച് പർപ്പസ് ഉണ്ടോ ചോദിച്ചാൽ എവിടേക്കോ എന്തൊക്കെയോ പർപ്പസൊക്കെ ഉണ്ട്, നമുക്കതൊന്നും ചിന്തിക്കാനുള്ള സമയം ഇല്ല. എന്താ കാരണം? ഓട്ടത്തിലാണ് നമ്മൾ. ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ? എലികളെന്ന് പറഞ്ഞാൽ എലിക്ക് ശരിക്കും ചെറിയ ശരീരമാണല്ലേ, ഓടി ഓടി ക്ഷീണിക്കും. എങ്കിലും എലി ഒരിക്കലും ഓട്ടം നിർത്തില്ല. എന്തോ ഒരു പ്രഷർ ഉള്ളിൽ നിന്നുണ്ട്, ഈ പ്രഷറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എലി. ഇങ്ങനെയാണ് എലിയുടെ ജീവിതമെങ്കിൽ നമ്മുടെയും പലരുടെയും ജീവിതം ഈ രീതിയിലാണ്. രാവിലെ തുടങ്ങുകയാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പല വീടുകളിലും കാണുന്ന ഒരു ദൃശ്യമാണതല്ലേ. എല്ലാവരും ഓടുകയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കാണ്. പലരും ഞെട്ടിയാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 മിനിറ്റോ 2 മിനിറ്റോ കിടക്കയിൽ ഇരിക്കാൻ പോലും പലർക്കും സമയമില്ല. ഒരൊറ്റ ചാട്ടമാണ് അല്ലേ. നമ്മൾ ജസ്റ്റ് ഉണരുന്ന സമയത്ത് തന്നെ നമ്മുടെ മുന്നിൽ ഒരാൾ ഓടിക്കഴിഞ്ഞു. ആരാന്നറിയോ? നമ്മുടെ മനസ്സ്. പിന്നെ ആ മനസ്സ് നമ്മളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അവിടേക്കൊക്കെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് അല്ലേ, പല പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആരൊക്കെയോ എനിക്ക് വിളിക്കാനുണ്ട്, പലരും എന്നെ കാണാൻ വരുന്നുണ്ട്. സമയമായിട്ടുണ്ടോ നോക്കും. ഇറങ്ങാൻ ലേറ്റായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി. ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമായി. ട്രെയിൻ മിസ്സാകാൻ സാധ്യതയുണ്ട്. ഫ്ലൈറ്റ് പലപ്പോഴും മിസ്സായിട്ടുമുണ്ട്. നോക്കൂ, ഇതൊരു പ്രത്യേക ഒരവസ്ഥയാണ് നമ്മളെല്ലാവരുടെയും അല്ലേ. റഷിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊരു നാച്ചുറലായിട്ടുള്ള സംഭവം തന്നെയാണ്. എന്താ വേണ്ടത് എന്ന് നമുക്ക് ചെറിയ ധാരണയൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം പലരും ഗോൾ സെറ്റ് ചെയ്യുന്നവരൊക്കെ ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, അവരെല്ലാവരും ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യും, ഇതിനകത്തുണ്ടാവും അല്ലേ. പക്ഷേ ഈ ഗോൾ സെറ്റിങ്ങിൻ്റെ ഭാഗമാണോ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ഇത്രയും റഷ് ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കണം. ഒരു ഭാഗത്ത് കണ്ടില്ലേ, അമ്മ അവിടെ കുട്ടിയെ പുറപ്പെടുവിക്കുകയാണ്, അവിടെ മുത്തച്ഛനുണ്ട്, എല്ലാവരും തിരക്കില്ല, ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. ഒരു ധൃതിയാണ്, പല വീടുകളിലും ഉള്ള അവസ്ഥയാണ്. കുറച്ച് പ്രായം ചെന്നവർ മാത്രമേ വീട്ടിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടാവും. ബട്ട് അതർവൈസ് വി റഷ് ത്രൂ ലൈഫ്. ഇനി ആരെങ്കിലും ചോദിക്കുമായിരിക്കും നമ്മളോട്, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ആൻസറൊന്നും പറയാനില്ല. എങ്ങോട്ടാണ് ഈ ഓടുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. ബിക്കോസ് നമ്മൾ റാറ്റ് റേസിൽ പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എന്തോ ഉള്ളിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, പലതും എനിക്ക് അച്ചീവ് ചെയ്യാൻ ബാക്കിയുണ്ട്, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എനിക്ക് കുറച്ചുകൂടെ വേണം
ഇങ്ങനെ പല ചിന്തകളും മനസ്സിലുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഓടുന്നത് എങ്ങനെയാണെന്നറിയോ? ടെൻഷൻ പിടിച്ചുകൊണ്ടാണ്. സന്തോഷത്തോടെ ഓടുക വെച്ചാൽ വളരെ നല്ലതാട്ടോ. പക്ഷെ നമ്മൾ പലപ്പോഴും ഹാപ്പി ആയിട്ടല്ല ഓടുന്നത്, നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഓടുന്നത്. ആ ഓട്ടം കണ്ടാൽ അറിയാം, ആ നടത്തം കണ്ടാൽ അറിയാം. വലിയ ഭാരം നമ്മൾ ചുമക്കുകയാണ്. മനസ്സ് തന്നെയാണ് ഭാരം, അല്ലേ? മനസ്സ് ഫ്രീ അല്ല. എവറി ടൈം വി ആർ റണ്ണിങ്. ഇതിനാണ് റാറ്റ് റേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ഫ്രീ ആയി ഇരുന്നുകൊണ്ട് ചോദിക്കണം, ഇതാണോ ജീവിതം? ഈ ഓട്ടമാണോ ജീവിതം? ഇങ്ങനെ അറിയാതെ അല്ലെങ്കിൽ പാതി അറിഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പം ചിലപ്പം പറയും, ഓടിയതുകൊണ്ട് പ്രയോജനമൊക്കെ ഉണ്ട്. ഇത്രയും കാലം ഞാൻ ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇനിയും എനിക്ക് പലതും നേടാനുണ്ട്. എനിക്ക് പല മത്സരങ്ങളും ഈ ജീവിതത്തിലുണ്ട്. അതെല്ലാം ഞാൻ ഓടി എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് ഞാൻ സന്തോഷമായി ജീവിക്കും. അപ്പോൾ ഈ റേസിൽ യാതൊരു തെറ്റുമില്ല എന്ന് പലരും പറയും, ചിലപ്പോൾ ഞാനും പറയും. പക്ഷേ ഒരു സത്യം എന്താണ്? ഈവൺ ഇഫ് യു വിൻ ദ റേസ്, യു ആർ സ്റ്റിൽ എ റാറ്റ്. ഓട്ടത്തിൽ ജയിച്ചാലും നിങ്ങൾ ഒരു എലി തന്നെയാണ്. ഇതാണ് ട്രാജിക് ട്രൂത്ത്, സത്യമല്ലേ? നമ്മുടെ ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റിയിൽ യാതൊരു മാറ്റവുമില്ല. നമ്മളിപ്പോൾ ഇൻസെക്യൂറാണ്, സത്യമാണ്. നമ്മളിപ്പോൾ അൺഹാപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓടുന്നത്, അല്ലേ? പലതും നേടിയെടുക്കാൻ വേണ്ടി. നേടിക്കഴിഞ്ഞാലോ അപ്പോഴും നമ്മൾ ഇൻസെക്യൂറാണ്, അപ്പോഴും നമ്മൾ അൺഹാപ്പിയാണ്. നേടിയെടുത്തത് എൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ എങ്കിലും എൻ്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ എലി തന്നെ. ഇതാണ് സത്യം. എക്സ്റ്റേണൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിന് എൻ്റെ അവസ്ഥയെ ഒരു പരിധിവരെ മാറ്റാൻ കഴിയുമെങ്കിലും ശരിക്ക് പറഞ്ഞാൽ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ ചെയ്യുന്നത്. ഈ ജേർണി വിത്തിൻ സെഷൻസിൻ്റെ ഒരു പ്രത്യേകത സത്യത്തെ അറിയുക എന്നതാണ്. സത്യത്തെ അറിയണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഒരു സത്യമുണ്ടല്ലോ, ഈ സത്യത്തെ പിടിച്ചുകൊണ്ടിരിക്കരുത്, ന്യായീകരിച്ചുകൊണ്ടിരിക്കരുത്, ചോദ്യം ചെയ്യണം. നിഷ്പക്ഷമായി നമ്മൾ അന്വേഷിക്കണം, ഈ പറയുന്നതിൽ വല്ല കഴമ്പും ഉണ്ടോ? നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പോവുകയാണ്. അതാണ് ദ ജേർണി വിത്തിൻ്റെ ഒരു പ്രത്യേകത. ചില പോയിൻറ്റ്സ് എല്ലാം ഈ സെഷൻസിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കും. ആ പോയിൻറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിനെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. നല്ലതിന് വേണ്ടി, ഒരു ഷിഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്നും മാറ്റി നിർത്തുന്നില്ല. ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടം നിർത്താനൊന്നും പോകുന്നില്ല. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ പലതുമുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യും. ബട്ട് ദി തിങ് ഈസ്, വി വിൽ സ്റ്റാർട്ട് സീയിങ് ഇറ്റ് ഫ്രം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ കാണാൻ തുടങ്ങും. ഈ റാറ്റ് റേസ് ചിലപ്പോൾ അവസാനിച്ചേക്കും. എന്നിട്ട് വളരെ സുന്ദരമായി നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കും. അതിനാണ് ദ ജേർണി വിത്ത് നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കുന്നത്. മോർ അബൌട്ട് ദ റാറ്റ് റേസ് വി ആർ ഇൻ. ദ ഫസ്റ്റ് തിങ് ഇസ്, ദ റാറ്റ് റേസ് ഈസ് എ പാറ്റേൺ, നോട്ട് എ പേഴ്സൺ. ഈ എലിയോട്ടം ഉണ്ടല്ലോ, അതൊരു പാറ്റേൺ ആണ്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പെരുമാറ്റ രീതിയാണ്. നോട്ട് എ പേഴ്സൺ, ഒരു വ്യക്തിയല്ല. യഥാർത്ഥത്തിൽ നിങ്ങളല്ല ശരിക്കും ഈ റാറ്റ് റേസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു പ്രത്യേക പെരുമാറ്റ രീതിയാണ്. ഉദാഹരണത്തിന് ഇപ്പം ഈ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അനന്തമായിട്ടുള്ളൊരു പ്രൊമോഷൻ ലാഡർ അവരുടെ മനസ്സിലുണ്ടാവും. എന്നിട്ട് ആ ഒരു പ്രൊമോഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് രാവും പകലും അധ്വാനിച്ച് രാത്രി ചിലപ്പോൾ ഉറക്കമൊഴിച്ച് ഭയങ്കര പ്രഷറെല്ലാം എടുത്ത ശേഷം പ്രൊമോഷൻ ലഭിക്കും. പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വല്ല മാറ്റമുണ്ടോ ജീവിതത്തിൽ? ഇല്ല. പ്രഷർ വർദ്ധിച്ചു. പ്രഷർ വർദ്ധിക്കുന്ന സമയത്തും നമ്മൾ ഓട്ടം നിർത്തുന്നില്ല, റാറ്റ് റേസ് കണ്ടിന്യൂ ചെയ്യണം. എന്താ കാരണം? അടുത്ത പ്രൊമോഷൻ നമ്മൾ മനസ്സിൽ കാണുകയാണെ, അടുത്ത ഇൻക്രിമെൻറ്റും ബോണസും നമ്മൾ മനസ്സിൽ കാണുകയാണെ. ഈ ഒരു സൈക്കിൾ നമ്മൾ പൊട്ടുപോവുകയാണ്. നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്ത് കടക്കുന്നില്ല. ഇതാണ് സത്യം. ഇതൊരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു റേസായി മാറി, യാന്ത്രികമായ ഓട്ടമാണ്. അത് കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നതാണ് സത്യം. പലപ്പോഴും ഈ ഓട്ടം എന്തിലേക്കാണെന്നറിയോ? ടുവേർഡ്സ് സംതിങ്, എന്തിൻ്റെയോ അടുത്തേക്ക് നമ്മൾ ഓടുന്നത്. അതല്ലെങ്കിൽ എവേ ഫ്രം സംതിങ്, എന്തിൽ നിന്നോ നമ്മൾ ഓടുകയാണ്, അകന്നു പോവുകയാണ്. അതാണ് ഈ ഓട്ടം. ചിലർ പറയും ഞാൻ ആംബിഷ്യസ് ആണ്, ആംബിഷനുണ്ട്, ഉന്നത സ്ഥാനത്ത് എനിക്ക് എത്തണം, അങ്ങനെ ഒരു ഇച്ഛയുണ്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ നോക്കണം, ശരിക്കും അതാണോ നിങ്ങളെ ഈ ഓടിപ്പിക്കുന്നത്, സ്ട്രെസ് ഇല്ലാതെയാണോ ഓടുന്നത് എന്ന് നോക്കണം. രണ്ടാമത്തെ കാര്യം, ദ സട്ടിൽ റീസൺ ബിഹൈൻഡ് സംതിങ് ഈസ് മിസ്സിങ്.
നമ്മൾ ഈ ഓടുന്നതിൻ്റെ പിന്നിൽ എന്തോ ഒന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എനിക്കെന്തോ ഇല്ല എന്നൊരു തോന്നലുണ്ട്. ആ ഇല്ലായ്മയിൽ നിന്നാണ് നമ്മുടെ ഓട്ടമെങ്കിൽ ആ റാറ്റ് റേസ് ഒരിക്കലും ഗുണം ചെയ്യില്ല. നമുക്ക് ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്, എന്താണ്, ഞാൻ ഇൻകംപ്ലീറ്റ് ആണ്, ഞാൻ പൂർണ്ണത വന്ന വ്യക്തിയല്ല എന്നൊരു തോന്നലുണ്ട്. അത് കാരണം ആ പൂർണ്ണത എനിക്ക് വരണമെങ്കിൽ അടുത്ത ഒരു അച്ചീവ്മെൻറ്റ് ഞാൻ മനസ്സിൽ കാണുന്നു. ഞാനത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണനാകും എന്ന തോന്നൽ എനിക്ക് വരികയാണ്. ചിലപ്പോൾ അത് പണമായിരിക്കാം, ബെറ്ററായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കാം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാകുന്നില്ല. അവിടെയും നമുക്ക് റെസ്റ്റ്ലെസ്നെസ് ആണ്, സത്യമല്ലേ? അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ? ഒരു അസ്വസ്ഥതയുണ്ട് നമ്മുടെ ഉള്ളിൽ. ഷോപ്പിംഗ് ചെയ്യുന്നവരുണ്ടല്ലോ, ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. തുണി പുതുതായിട്ട് വാങ്ങിക്കുന്നു, പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കുന്നു, ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കുന്നു, പലതും വാങ്ങിക്കുന്നു. പക്ഷേ എത്ര കാലം ഉപയോഗിക്കും? ഇങ്ങനെ പലതും നമ്മൾ വാങ്ങിയത് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല, സത്യമല്ലേ? നമ്മൾ മറന്നേ പോയി. ചിലതൊക്കെ കാണുമ്പോഴോ ഇങ്ങനെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിരുന്നു. ചിലർ രണ്ടാമത്തെ പ്രാവശ്യം അറിയാതെ വാങ്ങിക്കുന്നവരുണ്ട്, ഓൺലൈനൊക്കെ ആയിട്ട്. അപ്പോഴും ഇത് ഓൾറെഡി ഉണ്ടോ, മറന്നുപോയി. നോക്കൂ, നമുക്ക് ഈ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും സ്ഥായിയായി നമുക്ക് സന്തോഷം തരുന്നില്ല എന്നതാണ് ദുഃഖസത്യം. നമുക്ക് കിട്ടുന്ന സംഗതികളെല്ലാത്തിൻ്റെയും എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, കുറച്ച് ദിവസങ്ങൾ മാത്രം, പിന്നെ നമ്മളത് മറന്നു പോകുന്നു. വീണ്ടും നമ്മൾ ഈ റാറ്റ് റേസിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. 3. മോഡേൺ ലൈഫ് നോർമലൈസസ് ദിസ് റണ്ണിങ്. ഇതാണ് ഏറ്റവും വലിയൊരു ശാപം. ആധുനിക ജീവിതം ഈ ഓട്ടത്തെ സർവ്വസാധാരണമായി കാണുന്നു. ഇത് നോർമലാണ്, ഇത് ഓടിയിട്ടില്ലെങ്കിലാണ് പ്രശ്നം കേട്ടോ. പലപ്പോഴും നമ്മൾ ബിസി ആയിരിക്കുന്നത് തന്നെ ഒരു കൾച്ചറായി മാറി, സത്യമല്ലേ? വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഓ നീ വെറുതെ ഇരിക്കുകയാണോ ചോദിക്കും ആൾക്കാർ, സത്യമല്ലേ? വെറുതെ ഇരിക്കലാണ് നമ്മുടെ ഏറ്റവും സുഖകരമായ അവസ്ഥ എങ്കിൽ നമുക്ക് അതിന് പോലും ഒരു റെക്കഗ്നിഷൻ വേണ്ട അവസ്ഥയാണ്. നോക്കൂ, വെറുതെ ഇരിക്കുകയെന്ന് പറയാൻ നമുക്ക് ഇഷ്ടമല്ല. വി ഓൾവേസ് കീപ്പ് അവർ സെൽസ് ബിസി. ഇതെല്ലാം നോർമലായിട്ടാണ് മോഡേൺ ലൈഫ് പറയുന്നത്. അടുത്തത്, വി ഫീൽ അവർ ഐഡൻറ്റിറ്റി ഈസ് ടൈഡ് ടു അവർ അച്ചീവ്മെൻറ്റ്സ്. നമ്മുടെ വ്യക്തിത്വം നമ്മുടെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാണ്. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ എന്താണോ അക്കോംപ്ലിഷ് ചെയ്യുന്നത്, നേടിയെടുക്കുന്നത്, അതാണ് ഞാൻ എന്ന് ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഞാൻ ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ പുറകിലായിരിക്കും. ഈ റാറ്റ് റേസിൽ നമ്മൾ മാത്രമൊന്നുമല്ല, പല പേരൻസും ഈ റാറ്റ് റേസിലേക്ക് അവരുടെ മക്കളെ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ആ ഒരു അവസ്ഥയിലേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നീ ഇങ്ങനെ നയ പോരാ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് മാക്സിമം ചെയ്യിക്കുകയാണ്. പല പേരൻസും നോക്കൂ, കുട്ടികൾക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, അതുകൂടാതെ മൾട്ടിപ്പിൾ ക്ലാസ്സസിലേക്ക് അവരെ എൻറോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കണം, അതുകൂടാതെ മ്യൂസിക് ഉണ്ട്, അത് കാരണം കൂടാതെ സ്പോർട്സും ഉണ്ട്, പിന്നെ ചിലപ്പോൾ ഈവൻ കമ്പ്യൂട്ടർ കോഡിംഗ് പോലും പഠിപ്പിക്കും. നോക്കൂ, ഇതൊന്നും കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് മാത്രം പറയുകയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒന്നിനെയും മോശമാക്കി പറയല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ സന്തോഷം കൊണ്ട് നമ്മൾ ചെയ്യണോ? നോ. നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നത് പേടി കൊണ്ടാണ്, ഭയം കൊണ്ടാണ്, ഇൻസെക്യൂരിറ്റി കൊണ്ടാണ്, ആങ്സൈറ്റി കൊണ്ടാണ്. ഇവർ ഈ കോമ്പറ്റിറ്റീവ് വേൾഡിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്ന ഒരൊറ്റ തോന്നൽ കാരണം നമ്മളിതൊക്കെ ചെയ്യുന്നത്, സത്യമല്ലേ? നമ്മൾ ചെയ്യുന്നതും അത് കാരണം തന്നെ, നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നതും സെയിം റീസൺ. എന്നിട്ട് നമ്മൾ പറയുന്നു ഇത് നോർമലായിട്ടുള്ള ലൈഫാണ് എന്ന്. ദ ജേർണി വിത്തിനിൽ കയറുന്ന സമയത്ത് നമ്മൾ ഇതിനെ ചാലഞ്ച് ചെയ്തേ പറ്റൂ, എങ്കിലും നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റിയെടുക്കാൻ സാധിക്കൂ. ഒരു കാര്യം ഉറപ്പാണ്, വി ആർ നോട്ട് ഹാപ്പി വിത്ത് വാട്ട് വി ആർ ഡൂയിങ്. ഇതിലുപരി വി ആർ നോട്ട് ഹാപ്പി വിത്ത് അവർ സെൽസ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ശരിയായ ധാരണയില്ലാത്തത് കാരണം നമ്മളെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയല്ല. അപ്പോൾ നമ്മൾ ആരും അറിയാത്ത ഓട്ടത്തിൽ നമ്മളും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, നോ വൺ സ്റ്റോപ്സ് ടു ആസ്ക് വൈ ദേ ആർ റണ്ണിങ്. എന്തിനാണ് ഈ ഓടുന്നത് എന്ന് ചോദിക്കാൻ ആരും തയ്യാറല്ല. ഒന്നും സമയമില്ല ചോദിക്കാൻ. നമുക്ക് തോന്നുകയാണ് ഈ ഓട്ടമാണ് പ്രോഗ്രസ് എന്ന്. എത്രത്തോളം ഓടുന്നു അത്രത്തോളം ഞാൻ പ്രോഗ്രസ് ചെയ്തു. സത്യമായിക്കൊള്ളുന്നില്ല. നമ്മൾ ഡയറക്ഷൻ പോലും ചെക്ക് ചെയ്യുന്നില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെഡ്മില്ലൊക്കെ കയറി ഓടുന്നത് പോലെയാണ്. അവർക്ക് തോന്നുകയാണ് ശരീരം അങ്ങനെ ഇളകുന്നുണ്ട്, ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നു അവർ വിചാരിക്കുകയാണ്. നമ്മളെല്ലാവരുടെയും അവസ്ഥ അതാണല്ലേ. സോഷ്യൽ മീഡിയയും വലിയ പ്രശ്നമാണ്. കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ ഒക്കെ ഉണ്ടാവും. ആളുകൾ പല സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്, പല രാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പല കേന്ദ്രങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, അയ്യോ എല്ലാവരും വെക്കേഷന് പോയി, എല്ലാവരും അവിടെ പോയി, എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ മാറി, എനിക്കും മാച്ച് ചെയ്തേ പറ്റൂ, ഞാനും ഓടാൻ തുടങ്ങുകയാണ്, എനിക്കും വേണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, എനിക്കും വേണം സ്റ്റാറ്റസ് ഇടുക. നോക്കൂ, ഇതൊന്നും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് എന്ന് സ്വന്തം നമ്മൾ നോക്കണം. വാട്ട് ഫോർ? എന്തിനു വേണ്ടി? വി മസ്റ്റ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. എങ്കിൽ മാത്രമേ സത്യത്തിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ. നമ്മൾ ഈ റാറ്റ് റേസിൽ പെട്ട് കഴിഞ്ഞാൽ, ഇഫ് വി വോണ്ട് ടു മാച്ച് വിത്ത് എവ്രിബഡി ആൻഡ് എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്, ഒരിക്കലും നമുക്ക് സത്യത്തെ അറിയാൻ സാധിക്കില്ല. ബിക്കോസ് സത്യം അവിടെയല്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. അടുത്തത്, ദ റാറ്റ് റേസ് ഹാസ് നോ നാച്ചുറൽ എൻഡ് പോയിൻറ്റ്. ഈ ഓട്ടത്തിന് ഒരു അവസാനമില്ല, നാച്ചുറലായിട്ടൊരു അവസാനമില്ല. അത് കാരണം ചോദ്യം ചെയ്തേ പറ്റൂ. ഒരിക്കലും ലോകം നിങ്ങളോട് പറയില്ല, ഒരിക്കലും സൊസൈറ്റി നിങ്ങളോട് പറയില്ല ഓട്ടം നിർത്താൻ സമയമായി എന്ന്. ഓടിക്കോ ഓടിക്കോ, നിർത്തരുത് എന്ന് മാത്രമേ പറയൂ. നിങ്ങളുടെ മനസ്സും ഒരിക്കലും പറയില്ല ഓട്ടം നിർത്തുമെന്ന് പറയില്ല. വി ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദിസ് റാറ്റ് റേസ്. കോൺഷ്യസ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. പക്ഷേ അതിനേക്കാൾ വിലമതിപ്പുള്ള എന്തെങ്കിലും നമ്മുടെ മുന്നിൽ വേണം, എങ്കിലും നമ്മളിത് ചെയ്യൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഓട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ദ റിസൾട്ട് പെർമനൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്ട്രെസ്, സ്ഥിരമായ മാനസിക സമ്മർദ്ദം. ഇതാണ് നമ്മൾ പലരുടെയും അവസ്ഥ. രാവിലെ മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരെ ടെൻഷനാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം സ്വസ്ഥതയുണ്ട്. പലർക്കും ഉറക്കം പോലും ശരിക്കും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. അടുത്ത ദിവസത്തെ റാറ്റ് റേസ് പ്ലാൻ ചെയ്യുകയാണ് മനസ്സിൽ. നമുക്ക് തോന്നുകയാണ് ചെയ്തേ പറ്റൂ, ഐ മസ്റ്റ് ഡു ഇറ്റ്, ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് തോന്നുകയാണ്. ഇങ്ങനെ തോന്നൽ വരുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ പലതും ഉണ്ട് ഓരോ ദിവസവും. അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് നമ്മുടെ മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ടിൽ ദി എൻഡ് ഓഫ് ലൈഫ്. നോക്കൂ, എന്തൊരു ജീവിതമാണല്ലേ. നമ്മൾ ചോദിക്കണം, നമുക്ക് ഈ മനുഷ്യജന്മം ലഭിച്ചത് സത്യത്തിൽ ഇങ്ങനെ ഓടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കണം. രമണ മഹർഷി പറയുന്നു, ഓൾ വിഷ് ടു റഷ് ഔട്ട്, ദർ ഇസ് നോ ലിമിറ്റ് ടു ഗോയിങ് ഔട്ട്. എല്ലാവരും പുറത്തേക്ക് ഓടാൻ ആഗ്രഹിക്കുന്നു, പുറത്തേക്കുള്ള പോക്കിന് ഒരു അന്ത്യമില്ല, അതിരുമില്ല എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞത് രമണ മഹർഷിയുടെ അടുത്തൊരു പെറ്റ് സ്ക്വയറൽ, അത് അണ്ണാക്കുട്ടുണ്ടല്ലോ, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. രാവിലെ ആകുമ്പോൾ അത് പുറത്തേക്ക് ഓടാനുള്ള ഒരു വെമ്പലിലാണ്. ആ സമയത്ത് മഹർഷി കൂടെ ഉള്ളവരോട് പറഞ്ഞതാണ്, ഓൾ വിഷ് ടു റഷ് ഔട്ട്. എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് ഓടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ലിമിറ്റും ഇല്ല എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാപ്പിനെസ് ലൈസ് വിത്തിൻ ആൻഡ് നോട്ട് വിത്തൗട്ട്. സന്തോഷം ഉള്ളിൽ മാത്രമാണ്, പുറത്തല്ല എന്ന്. ആനന്ദം എന്ന് പറഞ്ഞെന്താണ്? അന്തർലീനമാണ്, ഉള്ളിലാണ്. മനസ്സിൻ്റെ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് ഉണ്ട്, പുറത്ത്. ഇത് ശരിയല്ല എന്ന് രമണ മഹർഷി അണ്ണാക്കുട്ടൻ്റെ ഒരു ഉദാഹരണത്തിലൂടെ എല്ലാവർക്കും നൽകുകയാണ്. നമ്മുടെ നാച്ചുറലായിട്ടുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ ഈ അണ്ണാക്കുട്ടൻ്റെ, ഈ എലിയുടെ, അതിൽ നിന്നും മാറാനുള്ള ഒരു ആഹ്വാനമാണ് രമണ മഹർഷിയുടെ. നമുക്ക് തോന്നുകയാണ് സന്തോഷം എന്ന് പറയുന്നതെല്ലാം പുറത്താണ് ലഭിക്കുക എന്ന്. നമുക്ക് നേട്ടങ്ങൾ പലതും വേണം, അച്ചീവ്മെൻറ്റ്സ്, പൊസഷൻസ് പലതും വേണം, പല സാധനങ്ങളും, പല ആക്ടിവിറ്റീസിലും നമുക്ക് ഇൻവോൾവ് ചെയ്യണം, അതിൽ പേരെടുക്കണം. നമ്മുടെ മനസ്സ് ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സെർച്ച് ശരിക്കും പറഞ്ഞാൽ എൻഡ്ലെസ് ആണ്. മഹർഷി പറയാം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോപ്പിംഗ് ഉണ്ടായിരിക്കില്ല. കാരണം ഏതൊരാഗ്രഹം നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാലും അടുത്തൊന്ന് വരും. അപ്പോൾ ലോജിക്കലായിട്ട് നമ്മളിതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒന്ന് ഓട്ടം നിർത്താൻ തയ്യാറാകണം. ശരിയായ സത്യം എന്താണ്? ഹാപ്പിനെസ് ലൈസ് വിത്തിൻ. നമ്മുടെ ഉള്ളിലാണ് സന്തോഷം. ഓടുന്നതിനൊരു കുഴപ്പമില്ല കേട്ടോ, പക്ഷേ ഓട്ടം സന്തോഷത്തിന് വേണ്ടി ആയിരിക്കരുത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതാണ് പറയേണ്ടത്. റാറ്റ് റേസിന് ഒരു കുഴപ്പമില്ല ഇഫ് യു ആർ വെരി ക്ലിയർ അബൌട്ട് ദ റേസ്. ആ റേസിൽ ഒരിക്കലും സന്തോഷം ലഭിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അബദ്ധം പറ്റും. സോ റാറ്റ് റേസ് നോക്കൂ, നമ്മളെപ്പോഴും പുറമേ ഇവിടെ ഒരു ട്രോഫി കാണിക്കുകയാണ് അല്ലേ. ആ ഒരു ട്രോഫീൻ്റെ മുകളിലൊരു ചോദ്യചിഹ്നമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എന്താണ് ഈ ചോദ്യചിഹ്നം? ഇത് ലഭിച്ചാൽ എനിക്ക് സന്തോഷം ലഭിക്കുമോ എന്നാണ്. സത്യമല്ലേ? നിങ്ങൾക്കത് ജോലിയായിരിക്കാം, പ്രൊമോഷനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വെക്കേഷനായിരിക്കാം, ഒരു വീടായിരിക്കാം, ഒരു കാറായിരിക്കാം, ഒരു സുഹൃത്തായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവോ മക്കളോ ആരും ആയിക്കോട്ടെ. ട്രോഫിയാണത്. ഈ ട്രോഫി
എനിക്ക് സന്തോഷം നൽകുമോ? വിൽ ദിസ് ഗിവ് മീ ജോയ്? ഈ ഒരു വ്യക്തി എനിക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സന്തോഷം നൽകുമോ? ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കേ, ലോകം മാറിക്കൊണ്ടേ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഈ ട്രോഫി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിതിനെങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടാകുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും ഉണ്ടാകില്ല. മഹർഷിയുടെ ആ ഒരു കോട്ടുണ്ടല്ലോ, ടീച്ചിങ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഈ ഒരു അന്വേഷണം നിർത്തണം. നിങ്ങൾക്ക് പോയിട്ട് അത് നേടാനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സംഗതി നമുക്കൊരിക്കലും സ്ഥായിയായ സന്തോഷം നൽകില്ല. ദിസ് ട്രോഫി മസ്റ്റ് നോട്ട് ബിക്കം എ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. സന്തോഷത്തിൻ്റെ ഒരു ഉറവിടമായി ഒരു സാധനത്തിനെയും നമ്മൾ കാണാൻ പാടില്ല. നമുക്കതിനെ ഉപയോഗിക്കാം, അതുമായി നമുക്ക് എൻഗേജ് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമ്മുടെ ആന്തരികമായ സ്വാതന്ത്ര്യത്തെ, ആന്തരികമായ സമാധാനത്തെ, സന്തോഷത്തെ ഈ വസ്തുവുമായി ഘടിപ്പിക്കരുത്, ലിങ്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഇല്ലാതെയാകും. എക്സ്പെക്റ്റേഷൻസ് സത്യത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് കുറയുന്നത്. എക്സ്പെക്റ്റേഷൻസ് വർദ്ധിക്കുമ്പോൾ സ്ട്രെസ്സും അതിനോടൊപ്പം വർദ്ധിക്കുന്നു. ഒരിക്കലും വി കനോട്ട് ബാർഗെയിൻ ഫോർ ഹാപ്പിനെസ് ഇൻ തിങ്സ്, പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ്. അപ്പോൾ എന്താ വേണ്ടത്? യു മസ്റ്റ് ടേൺ യുവർ അറ്റൻഷൻ ഇൻവേർഡ്. ഈ ഓടുന്ന ആരാണ്? നമ്മുടെ ശരീരമാണല്ലേ. നമ്മുടെ മനസ്സും ഓടുന്നുണ്ട് കൂടെ തന്നെ. ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഓട്ടം കാണുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൻ ആരോ ഇല്ലേ? ഉണ്ട്. ആ ഞാൻ എന്ന വസ്തു ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. ഈ ഓട്ടത്തിലൂടെ സന്തോഷം ലഭിക്കും എന്ന തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ആ തോന്നുന്നവൻ ആരാണ് എന്ന് ചോദിക്കണം. ഇതെനിക്ക് ലഭിച്ചില്ലെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാകില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ ഒരു ഞാനില്ലേ, അതാണ് ഐ. അവിടെയാണ് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ഹൂ ഈസ് അൺഹാപ്പി? ഹൂ ഈസ് എക്സ്പെക്റ്റിംഗ്? ഈ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ഞാൻ എന്ന കേന്ദ്രത്തിൽ നമ്മൾ ശ്രദ്ധയെ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് അവിടെയാണ് അന്വേഷിക്കേണ്ടത്. എന്താ അന്വേഷിക്കേണ്ടത്? ആരാണ് ആ ഞാൻ? ഇതാണ് രമണ മഹർഷിയുടെ ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ള നമുക്കുള്ള ടീച്ചിങ്. ഹൂ ആം ഐ? ഈ ഞാനുണ്ടല്ലോ, ഇതാരാണ്? ഓടുന്നത് ശരീരമാണ്, മനസ്സും കൂടെ ഓടുന്നുണ്ട്. മനസ്സ് ചിലപ്പോൾ മുന്നിലായിരിക്കാം. പക്ഷേ ഈ ശരീരവും മനസ്സും തന്നെയാണോ യഥാർത്ഥത്തിൽ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി ആട്ടോ. നമുക്ക് പിന്നെ ഓടിയാൽ തന്നെ മതി. നമുക്കറിയാം ഓടിക്കഴിഞ്ഞാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ സത്യം അതാണോ എന്ന് നോക്കണം. ഒറ്റയടിക്ക് ഞാൻ ഈ ശരീരമാണ് മനസ്സാണെന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഓടിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ ലൈഫ് നഷ്ടമാകും. ഞാൻ ഈ ശരീരമാണ് എന്ന് പറയുന്നതാരാണ്? ഞാൻ ഈ മനസ്സാണ് എന്ന് വാദിക്കുന്നതാരാണ്? ആരോ ഇല്ലേ? ആ ഞാൻ എന്ന ഒരു സ്ഫുരണ, ഒരു ഫീലിംഗ്, ഒരു വൈബ്രേഷൻ ഫ്രം ഇൻസൈഡ്. അവിടെയാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിച്ച് വെച്ചിട്ട് അന്വേഷിക്കേണ്ടത്. ആരാണ് ഈ ഞാൻ? അപ്പോൾ നമ്മൾ അന്തർമുഖമായി ഉള്ളിലേക്ക് ശ്രദ്ധയെ തിരിക്കണം. ഇത്രയും കാലം പുറത്തായിരുന്നു മനസ്സ്, ബാഹ്യവസ്തുക്കളിലായിരുന്നു, ആ ട്രോഫിയിലായിരുന്നു, ആ വസ്തുക്കളിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്നതിൽ തെറ്റില്ല, പക്ഷേ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ഓടിക്കോളൂ. ജ്ഞാനമാർഗത്തിൽ നമ്മുടെ ഉപാസന ഇതാണ്. ദിസ് ഇസ് അവർ മെഡിറ്റേഷൻ. നമുക്കെല്ലാവർക്കും ഞാൻ എന്ന പ്രതീതി ഉണ്ടല്ലോ. ഒരാൾക്ക് പോലും ഞാൻ എന്ന പ്രതീതി ഇല്ലാതെയില്ല. ഈ ഞാൻ എന്ന പ്രതീതി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഈ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഞാൻ എന്നൊരു ഫീലിംഗ് വരുന്നുണ്ട്. അത് ശരീരമേ അല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് ദ ബോഡി. അത് മനസ്സുമല്ല, ഒരു ചിന്തയല്ല. ആ ചിന്തയ്ക്ക് അതീതമായി ഞാൻ എന്നൊരു ഫീലിംഗ് ഉള്ളിലെവിടെയോ ഉണ്ട്. ദിസ് ഫീലിംഗ് ഓഫ് ഐ, വാട്ട് ഈസ് ഇറ്റ് എന്ന് അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന്. പുറമേ എവിടെയല്ല, നമ്മിൽ തന്നെയാണ്. ഇതാണ് രമണ മഹർഷി പറയുന്നത്. ഹി സേസ് ഹാപ്പിനെസ് ഈസ് യുവർ നേച്ചർ. ഇറ്റ് ഈസ് നോട്ട് റോങ് ടു ഡിസയർ ഇറ്റ്. സന്തോഷം നിങ്ങളുടെ സ്വഭാവമാണ്. അത് ആഗ്രഹിക്കുന്നത് തെറ്റല്ല.
വാട്ട് ഈസ് റോങ് ഈസ് സീക്കിംഗ് ഇറ്റ് ഔട്ട്സൈഡ് വെൻ ഇറ്റ് ഈസ് ഇൻസൈഡ്. ആ ഉള്ളിലുള്ളതിനെ പുറത്ത് അന്വേഷിക്കുന്നതാണ് തെറ്റ്. ഇതാണ് കാര്യം. സോ വെയർ മസ്റ്റ് വി സീക്ക് ഇറ്റ്? വിതിൻ അസ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ മാത്രമാണ് ഈ സത്യത്തെ, ഈ സന്തോഷത്തെ അറിയാൻ കഴിയുക. അപ്പോൾ അവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. വിത്തിൻ എന്നാണ് പറഞ്ഞത് അല്ലേ, ഇൻസൈഡ് എന്നാണ് പറഞ്ഞത്. വേറെ എവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും, തിരിക്കാൻ സാധിക്കും. നിങ്ങളാണ് യഥാർത്ഥ സീക്കർ. ഈ സന്തോഷം അന്വേഷിച്ച് റാറ്റ് റേസിൽ പെട്ടിരിക്കുന്ന ഒരു ഞാനുണ്ടല്ലോ, ആ ഞാനാണ് സീക്കർ. ദാറ്റ് സീക്കർ ഇസ് സീക്കിംഗ് ഹാപ്പിനെസ്. ആ സീക്കർ വിചാരിക്കുകയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ സന്തോഷം ലഭിക്കുന്നത്. ഇവിടെ എന്താ വേണ്ടത്? ആ സീക്കറിലേക്ക് തന്നെ ശ്രദ്ധയെ തിരിച്ചുവിടണം. അപ്പോൾ മനസ്സ് ശാന്തമാകും. ആ ശാന്തതയിൽ യു വിൽ ഡിസ്കവർ ഹാപ്പിനെസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇറ്റ് ഈസ് യുവർ ട്രൂ നേച്ചർ. അതാണ് മഹർഷി പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ടു ബി അക്വയർഡ് ഫ്രം ഔട്ട്സൈഡ്. പുറമേ നിന്നും ലഭിക്കേണ്ട ഒരു സംഗതിയല്ല അത്. പുറമേ നിന്നും നേടുന്ന ഒരു സംഗതിയിലും ഈ സന്തോഷം ഇല്ല. എന്ത് നേടിക്കഴിഞ്ഞാലും നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത് ഉള്ളിലല്ലേ? അതെ. നമ്മൾ വിചാരിക്കുകയാണ്, തെറ്റിദ്ധരിക്കുകയാണ്, അത് ലഭിച്ചത് കൊണ്ടാണ് ഇത് നമുക്ക് തോന്നുന്നത്. തെറ്റിദ്ധാരണയാണ്. ഈ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തവരുടെ തെറ്റിദ്ധാരണയാണ്. ഈ സന്തോഷത്തിൻ്റെ ഉറവിടം യുവർ ട്രൂ നേച്ചർ എന്ന് പറഞ്ഞില്ലേ, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാകും ആ വസ്തുവിൽ, വ്യക്തിയിൽ ഒന്നും സന്തോഷമില്ല എന്ന്. കാരണം അത് ലഭിക്കുമ്പോഴും കാര്യമായി മാറ്റമൊന്നുമില്ല. അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ ഈ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏത് സമയവും നിൽക്കാൻ സാധിച്ചാൽ പിന്നെ ഓടുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ആ ഓട്ടത്തിനൊരു സുഖമുണ്ട്. ആ റാറ്റ് റേസിൽ നമ്മൾ പെട്ടിട്ടില്ല. ആരെയും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരാവശ്യത്തിന് വേണ്ടി ഓടുകയാണ്. നടന്നാലും നമ്മൾ ഹാപ്പിയാണ്, നടന്നില്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതാണ് ശരിയായ ഓട്ടം. ദിസ് ഈസ് ആക്ച്വലി എ ഷിഫ്റ്റ് ഇൻ ദ വേ ഓഫ് അവർ തിങ്കിങ്. നമ്മുടെ ചിന്താധാരയിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. നമ്മൾ ഈ സന്തോഷത്തെ ചേസ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും മാറി ഉള്ളിലേക്ക് തിരിഞ്ഞ് ആ സന്തോഷത്തെ നമ്മുടെ ഉള്ളിൽ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. യു റിയലൈസ് യു ആർ ഹാപ്പിനെസ്. യു റിയലൈസ് യു ആർ ദാറ്റ് ബ്ലിസ്, ആനന്ദ. പിന്നെ പുറത്തുനിന്നൊന്നും കാര്യമായിട്ട് നേടാനില്ല. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞ ശേഷമുള്ള കർമ്മമാണ് ശരിക്കും നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു ഡൂവറില്ല, ഡിസയർലെസ് ആയിട്ടുള്ള ആക്ഷനാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മൾ ആക്ഷനിൽ ഏർപ്പെടുമ്പോൾ ആ ആക്ഷനാണ് എല്ലാവർക്കും ഗുണകരമായി വരുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും. ഇതാണ് ജ്ഞാനമാർഗത്തിൻ്റെ പൊരുൾ. ഇങ്ങനെയാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ട് മുന്നേറേണ്ടത്. നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം എന്ന് കേട്ട കാര്യങ്ങളിൽ. പ്ലീസ് കീപ്പ് യുവർ ഐസ് ക്ലോസ്ഡ്. സ്വസ്ഥമായി ഇരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ടേക്ക് യുവർ അറ്റൻഷൻ ഇൻസൈഡ്. സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ദ റാറ്റ് റേസ്. ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ജീവിതമാണ്, യുവർ ഓൺ ലൈഫ്. ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ? ഇപ്പോഴും പെട്ടിട്ടുണ്ടോ? ആസ്ക് യുവർ സെൽഫ്. ചേസ് ചെയ്ത് ലഭിക്കാതെ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ, സാഡ്നെസ്, ജോലിയുടെ കാര്യത്തിലായിരിക്കാം, മറ്റേതെങ്കിലും വിഷയത്തിലായിരിക്കാം. ഒട്ടും ജഡ്ജ് ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞ് ജീവിതാനുഭവങ്ങൾ എടുത്ത് ഈ ഓട്ടം എന്ന് തുടങ്ങി, എങ്ങോട്ടാണ് പോകുന്നത്,
എന്ന് നോട്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ ഓട്ടത്തിൽ പലതും നേടി. പക്ഷെ നോക്കേണ്ടത് നേടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം അത് അതുപോലെ തന്നെ നിലനിന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഡിഡ് ദ ജോയ് ഫെയ്ഡ്? കാലം കൊണ്ട് ഈ സന്തോഷം കുറഞ്ഞു പോയിട്ടുണ്ടോ? ആഗ്രഹിച്ചത് ലഭിക്കാതെ വന്നപ്പോൾ മനസ്സ് റെസ്റ്റ്ലെസ് ആയിട്ടുണ്ടോ? ഇതൊന്ന് ശ്രദ്ധിച്ച ശേഷം 2 തവണ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആൻഡ് റിലാക്സ് യുവർ ബോഡി. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തോട്ട് വിടുന്നു. റിലീസ് ഓൾ ദോസ് ഫീലിങ്സ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് സ്വാഭാവികമായും പുറത്തോട്ടാണ് നമ്മൾ ചലിപ്പിക്കുന്നത്. വ്യക്തികളിലേക്കും വസ്തുക്കളിലേക്കും പല സിറ്റുവേഷൻസിലേക്കും. നമ്മൾ ഏത് സമയവും അന്വേഷിക്കുന്നത് പുറമേയുള്ള കാര്യങ്ങളിലാണ്. സന്തോഷം അവിടെ ഉണ്ടാകുമെന്ന തോന്നലിലാണ് നമ്മളിങ്ങനെ റാറ്റ് റേസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്, ജോലി നടക്കുന്നുണ്ട്, അതിനിയും നടക്കും. ബന്ധങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഒന്നും നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഈ പറഞ്ഞ സംഗതികളിൽ യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടോ എന്നാണ്. ജീവിതാനുഭവങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഹാപ്പിനെസ് ഈസ് നോട്ട് ഹിഡൻ ഇൻ ദം. ഇതിലൊന്നിലും സന്തോഷം ഒളിഞ്ഞിരിക്കുന്നില്ല. ഇങ്ങനെ സന്തോഷം മറ്റു പല വസ്തുക്കളിലും വ്യക്തികളിലും അവസ്ഥകളിലും അന്വേഷിച്ച് പോയാൽ നമ്മൾ നമ്മുടെ സമാധാനം അവയ്ക്ക് വിട്ടുകൊടുക്കുന്നത് പോലെയാണ്. മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം. ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യും, പക്ഷേ സന്തോഷം കണ്ടെത്താൻ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തിരിയും. അതിന് നമ്മുടെ അറ്റൻഷൻ, ശ്രദ്ധ ലോകവിഷയങ്ങളിൽ നിന്നും മാറ്റിയ ശേഷം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് ചോദിക്കണം, ആരാണ് ഈ സന്തോഷം അന്വേഷിക്കുന്നത്? ആർക്കാണ് ഈ റാറ്റ് റേസ് പ്രധാനമായിട്ടുള്ളത്? അപ്പോൾ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയും. ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയുമ്പോഴും ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. പല ഓർമ്മകളും വന്നു എന്നിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഓർമ്മകളെ അറിയുന്നവനാണ്, അറിയുന്നവളാണ്. ഈ ചിന്തകൾ വന്നു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ശരീരമാണോ? അല്ല. മനസ്സാണോ? അല്ല. പിന്നെ എന്താണ്? യു ആർ ദി അവെയർനെസ്. ബോധമാകുന്ന ഞാൻ എന്ന വസ്തുവിന് മാത്രമാണ്
ശരീരത്തെയും ചിന്തകളെയും അറിയാൻ കഴിയുക. യു ആർ ദ വൺ ദാറ്റ് നോസ്. ഞാൻ എന്ന ബോധം, അതിലേക്കാണ് ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടത്. Bring all your attention to the sense of I. ഈ ഞാൻ എന്ന ഫീലിങ്ങിലേക്ക് ശ്രദ്ധയെ പൂർണ്ണമായും കൊണ്ടുവരിക. അതൊരു പ്രസൻസാണ്. ഐ ആം എന്ന ഒരു പ്രസൻസാണ്. ഈ ഞാൻ എന്ന ബിന്ദുവിൽ ശ്രദ്ധയെ ഉറപ്പിച്ചു വെച്ച് അവിടെയാണ് അന്വേഷിക്കേണ്ടത്. ഇതാരാണ് എന്ന് അന്വേഷിക്കണം. ഒട്ടും സ്ട്രെയിൻ ചെയ്യാതെ വളരെ തുറന്ന മനസ്സോടുകൂടി ഈ ഞാൻ ആര് എന്നന്വേഷിക്കുക. മനസ്സ് അതിന് ഉത്തരം തന്നാൽ ആരുടെ മനസ്സാണ് ഉത്തരം നൽകിയത് എന്ന് വീണ്ടും അന്വേഷിക്കുക. അപ്പോൾ എൻ്റെ മനസ്സ് എന്ന് വരില്ലേ? വീണ്ടും ഞാൻ ആര് എന്ന് ആഴത്തിൽ അന്വേഷിക്കണം. Return again and again to the pure sense of I. ഞാൻ എന്ന ശുദ്ധമായ ആ അറിവിലേക്ക്, മറ്റൊന്നും ചേരാത്ത ശുദ്ധമായ അറിവുണ്ടല്ലോ, അതിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക. എന്നിട്ട് ആ ഞാൻ എന്ന ഫീലിംഗ്, ദ പ്യോർ സെൻസ് ഓഫ് ഐ, എവിടെ നിന്നാണ് പൊങ്ങി വരുന്നത് എന്ന് ശ്രദ്ധിക്കണം. ആരാണ് ഇതെല്ലാം ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? Who is aware of this I now? മനസ്സുകൊണ്ടല്ല വിശകലനം ചെയ്യേണ്ടത്, ശ്രദ്ധയെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഒരു സാധനം കുളത്തിൽ വീണുപോയാൽ ആ സാധനം എടുക്കാൻ നമ്മൾ കുളത്തിൽ മുങ്ങുന്നത് പോലെ ഈ ഞാൻ എന്ന സാധനം കണ്ടെത്താൻ ഹൃദയത്തിലേക്ക് മുങ്ങണം. മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ച് അന്തർമുഖമായി ഈ ഞാൻ എന്ന പ്രതീതി എവിടെ നിന്നാണ് ഉദിക്കുന്നത് എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കണം. ഓരോ ചിന്തയുടെയും ഈ ഞാൻ എന്ന പ്രതീതിയുടെയും ഉൽപ്പത്തി കണ്ടുപിടിക്കണം. ഡിസ്കവർ ദി ഒറിജിൻ.
അപ്പോഴാണ് ആ ശാന്തത, അപൂർണത, ആ ആത്മാനുഭവം, ആ ആനന്ദം നമ്മൾ അറിയുക. ആ ആത്മാനുഭവത്തിൽ അങ്ങനെ റെസ്റ്റ് ചെയ്യുക. പതുക്കെ സമയമാകുമ്പോൾ കണ്ണുകൾ തുറക്കാം. താങ്ക് യു.